വേനൽ കടുത്തതോടെ വീട്ടുമുറ്റത്തും പരിസരത്തും തണുപ്പ് തേടിയെത്തുന്ന പാമ്പുകളെ കാണുന്നത് പതിവാണ്. പാമ്പ് ശല്യം ഒഴിവാക്കാൻ മുൻകരുതലും പാമ്പ് കടിച്ചാൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളും എന്തെല്ലാമാണെന്ന് ഒന്ന് പരിശോധിക്കാം. പാമ്പുകടിയേറ്റാലോ പാമ്പുകടിയേറ്റവരെ കണ്ടാലോ പകച്ചു നിൽക്കണ്ട. കടിയേറ്റയാളെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കണം. മുറിവിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. കടിയേറ്റ മുറിവിലൂടെ രക്തം ഞെക്കിക്കളയുക. കടിയേറ്റ വ്യക്തിയെ നിരപ്പായ പ്രതലത്തിൽ കിടത്തുക. കുടിക്കാൻ ധാരാളം വെള്ളം നൽകുക. പാമ്പ് കടിച്ചാൽ 6 മണിക്കൂറിനുള്ളിലെങ്കിലും പ്രതിവിഷം നൽകിയിരിക്കണം. കടിച്ചത് ഏതു പാമ്പാണ് എന്നു മനസ്സിലാക്കാൻ സാധിച്ചാൽ ചികിത്സയ്ക്കുണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കാം. പരിഭ്രാന്തരായി കടിയേറ്റ വ്യക്തിയെ പേടിപ്പിക്കരുത്. വിഷം വ്യാപിക്കാനിടയാകും. മുറിവ് കീറാൻ പാടില്ല. ബ്ലേഡ് ഉപയോഗിച്ച് മുറിവ് വലുതാക്കി വിഷം കളയാൻ ചിലർ ശ്രമിക്കാറുണ്ട്. അത് ഗുണം ചെയ്യില്ലെന്ന് മാത്രമല്ല, കൂടുതൽ രക്തനഷ്ടത്തിന് ഇടയാക്കുകയും ചെയ്യുന്നു. മുറിവിനു മുകളിൽ തുണി ഉപയോഗിച്ച് കെട്ടുക. 10 മിനിറ്റിനുള്ളിൽ അഴിച്ചു കെട്ടുകയും വേണം. കടിയേറ്റ് 1 മണിക്കൂറിലേറെ കെട്ട് നിലനിർത്തരുത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മുറിവേറ്റ ഭാഗം അധികം മുറുക്കി കെട്ടാൻ പാടില്ല എന്നതാണ്. ഇത് രക്തയോട്ടം തടസ്സപ്പെടുത്തി കോശങ്ങൾ നശിക്കുന്നതിന് ഇടയാകും. കടികൊണ്ടയാൾ അധികം നടക്കാനും ഓടാനും പാടില്ല. ശരീരം ഇളകാതെ നോക്കണം. മുൻകരുതലിനായി സ്വീകരിക്കേണ്ട കാര്യങ്ങളിൽ പ്രധാനം, വീടിനും പരിസരത്തുമുള്ള കാട് വെട്ടിത്തെളിക്കുക. പൊന്തക്കാട്ടിലും കല്ലുകൾക്കിടയിലും പൊത്തുകൾക്കിടയിലും പാമ്പ് ഇരിക്കാൻ സാധ്യതയുള്ളിടത്തെല്ലാം നിരീക്ഷിക്കുക. വീടിന് പരിസരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. ന്യൂസ് ഡെസ്ക് 24.